എല്ലാവർക്കും നമസ്കാരം. ഹൃദയ നിർഭരം ധ്യാനത്തിൻ്റെ 37ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ലോങ് ജേണിയാണല്ലേ നമ്മുടെ ഹൃദയ നിർഭരം ധ്യാനത്തിൻ്റെ. ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുണ്ടായി. എപ്പോഴത്തെയും പോലെ തന്നെ നമ്മളോടൊപ്പം ഇന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ KU മോഹൻ അങ്കിളാണ്. നമസ്കാരം അങ്കിൾ. വെൽക്കം ടു 37th എപ്പിസോഡ് ഓഫ് ഹൃദയ നിർഭരം ധ്യാനം. ഇന്നത്തെ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു സെൻറ്ററിങ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഹൃദയനിർഭരമായ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പിരിച്വൽ അനാറ്റമി എന്ന് പറഞ്ഞിട്ട് ദാജിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള റിലീസ് ചെയ്തൊരു ബുക്കാണല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഡിസ്കഷനാണ്. ഒരു ഇൻസൈറ്റ്ഫുൾ ഡിസ്കഷൻ ആയിരിക്കും. ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ, നമ്മൾ ഒരു ചോദ്യോത്തരമല്ല. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്കിളിൽ നിന്നുള്ള ഇൻസൈറ്റ്സ് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ. ഒരു ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നതിന് എന്താണ് സ്പിരിച്വൽ അനാറ്റമി എന്നുള്ളതാണ്. എങ്ങനെയാണ് അങ്കിളിന് അതിൻ്റെ ഒരു ഇൻസൈറ്റ് പറയാം? റൂട്ടിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വെച്ചിട്ട്. വെൽ, നമ്മുടെ ശരീരം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, അതുപോലെ നമ്മുടെ നാഡീവ്യൂഹം, നെർവസ് സിസ്റ്റം, ഇതെല്ലാം ഊർജത്തിൻ്റെ ഘനീഭാവം കൊണ്ടാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കിഡ്നി, ലിവർ, നമ്മുടെ ഹാർട്ട്, എല്ലാത്തിനും ഊർജത്തിൻ്റെ ഘനീഭാവങ്ങളുണ്ട്. അത് പരസ്പരം ഒരു ഹാർമണി, ഒരു അനുരഞ്ജനത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതുപോലെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഊർജത്തിൻ്റെ ഘനീഭാവങ്ങൾ, മൂലാധാരത്തിൽ തുടങ്ങി സ്വാധിഷ്ഠാനം, മണിപൂരകം, അങ്ങനെ മുകളിലേക്ക് പോകുന്നു. ഇനി ആരോഗ്യമുള്ള ഒരാളെ, 2 ആളുകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ 2 പേരുടെയും ഊർജത്തിൻ്റെ ലെവൽ വ്യത്യാസമുണ്ട്. അവരുടെ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധത്തിൻ്റെ ലെവൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ശരീരത്തിൽ സോൾ എൻ്റർ ചെയ്യുന്നു. സാധാരണ യോഗശാസ്ത്രങ്ങളനുസരിച്ച് ആദ്യത്തെ ഫസ്റ്റ് 90 ഡേയ്സിലല്ലേ സോള് ശരീരത്തിൽ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അതിനു മുമ്പ് ആ 90 ഡേയ്സ് വരെ അത് സോള് പുറത്തു നിന്നുകൊണ്ട് ഈ ഭ്രൂണത്തിൻ്റെ വളർച്ചയെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഹൃദയം ഉണ്ടായി, മറ്റെല്ലാ ചക്രങ്ങളും ഫോം ചെയ്തു, മറ്റെല്ലാ ഓർഗൻസും ഫോം ചെയ്തു. അവസാനം ബ്രഹ്മരന്ധ്രം ഫോം ചെയ്തതിന് ശേഷം തലയുടെ ബാക്ക് സൈഡിലായിട്ടും 12ാമത്തെ ചക്രം ദാജി സ്പിരിച്വൽ അനാട്ടമിയിൽ പറയുന്നു.
അപ്പം ആ പേര് തന്നെ ബ്രഹ്മരന്ധ്രം എന്നാണ്. ബ്രഹ്മം എന്ന് വെച്ചാൽ ഈശ്വരൻ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത്, സ്പിരിറ്റ്. അപ്പം ബ്രഹ്മം എൻ്റർ ചെയ്യുന്ന ദ്വാരം അല്ലാത്തത്. അങ്ങനെ ഇതെല്ലാം ഫോം ചെയ്തതിന് ശേഷം 90 ഡേയ്സിനോട് അടുപ്പിച്ചാണ് സോള് ബ്രഹ്മരന്ധ്രത്തിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അത് പ്രവേശിച്ച് ഈ എല്ലാ ഊർജത്തിൻ്റെ എല്ലാ ഘനീഭാവങ്ങളിലുള്ള ചക്രങ്ങളിലൂടെ അതിനെല്ലാം ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഹൃദയത്തിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. അപ്പോൾ ഈ എനർജിയുടെ ഘനീഭാവത്തിൽ വരുന്ന മിസ്മാച്ച്, ഒരാളെ അഗ്നിപർവ്വതം പോലെ ഒരാൾ പൊട്ടിത്തെറിക്കാം, അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകാം, മൗഢ്യം, ഇത് രണ്ടിനും സാധ്യതയുണ്ട്. അപ്പോൾ സ്പിരിച്വൽ പ്രാക്ടീസസ്, പ്രത്യേകിച്ചും ഹാർട്ട്ഫുൾനെസ്സിലെ ട്രാൻസ്മിഷനോട് കൂടിയിട്ടുള്ള യോഗിക് പ്രാക്ടീസിൽ ധ്യാനം, ശുദ്ധീകരണം, പ്രാർത്ഥനയൊക്കെ ഈ ചക്രങ്ങളിലെ ബാലൻസ് ചെയ്ത് നമ്മുടെ ബോധത്തിനെ സെൻറ്റർ ചെയ്യുമ്പോൾ ഇതിനെല്ലാം ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് സന്തുലിതമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ കഴിയും. ഇനി സ്പിരിച്വൽ അനാട്ടമി എന്നെങ്ങനെയാണ് വന്നത്? ഈ ഊർജത്തിൻ്റെ ഘനീഭാവം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് നമുക്ക് പറഞ്ഞു. ഇപ്പോൾ ഊർജം എന്ന് പറഞ്ഞാൽ എനർജി. ഇപ്പം എനർജിയുടെ മാനിഫെസ്റ്റേഷൻസ് ആണിത്. അപ്പോൾ അത് ശരീരത്തിൽ, അപ്പോൾ അനാട്ടമി എന്ന് പറയുന്നത് ശരീരത്തിൽ ഊർജത്തിൻ്റെ എല്ലാ ഘനീഭാവം. അപ്പോൾ അത് അനാട്ടമി. ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തന്നെയാണ് സോൾ, അത് തന്നെയാണ് ആത്മാവ്, അത് തന്നെയാണ് സ്പിരിറ്റ്. അപ്പോൾ സ്പിരിറ്റ് സ്പിരിച്വൽ, ഊർജം തന്നെ. അപ്പോൾ ഊർജത്തിൻ്റെ ജീവശാസ്ത്രം എന്ന് പറയാം, അല്ലെങ്കിൽ ആത്മാവിൻ്റെ അല്ലെങ്കിൽ ആത്മീയതയുടെ ജീവശാസ്ത്രം എന്ന് പറയാം. അങ്ങനെയാണ് സ്പിരിച്വൽ അനാട്ടമി എന്ന് പറയുന്നത്. നമ്മൾ ഈ അനാട്ടമി എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഭാഗങ്ങളെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. പക്ഷേ സ്പിരിച്വൽ അനാട്ടമീനെ കുറിച്ചുള്ളൊരു ശരിക്കും എന്താണ് സ്പിരിച്വൽ അനാട്ടമി എന്ന് ഇപ്പോൾ അങ്കിള് പറഞ്ഞ ഒരു ഉത്തരത്തിൽ നിന്നും വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് അങ്കിൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കത് അർത്ഥമായിരിക്കുന്നത്. പക്ഷേ അങ്കിള് പറയുണ്ടായി സോളാണ്, ആ ഒരു എനർജി സോഴ്സാണ്. എന്താണ് ആക്ച്വലി ആത്മാവെന്ന് പറയുന്നത്? നമ്മൾ പലപ്പോഴും ആത്മാവ്, സോൾ, സ്പിരിറ്റ് എന്നൊക്കെ പറയും. ശരിക്കും എന്താണ് ഈ ആത്മാവ്? ഓക്കെ, ആത്മൻ അല്ലെങ്കിൽ സോൾ അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് ഫോഴ്സ്, അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ജീവശക്തി. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് കരയല്ലേ ചെയ്യുക, ഡോക്ടർക്ക് അറിയാം. അതായത് ലൈഫ് ഫോഴ്സ് അതിൻ്റെ കൂടെ വന്നിരിക്കണം, അതിൻ്റെയാണ് ആ കരച്ചിൽ. ഈ ലൈഫ് ഫോഴ്സ് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ അത് വരുന്നു, അതെപ്പോൾ നമ്മളെ വിട്ടുപോകാൻ തീരുമാനിക്കണോ ആ സമയത്ത് നമ്മുടെ ശരീരം ഡ്രോപ്പ് ആകും, നമ്മുടെ ഡെഡ് ബോഡി ആകും. അപ്പോൾ ഈ ലൈഫ് ഫോഴ്സ്, നമ്മൾ കുട്ടി കരഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യുക ഡോക്ടേഴ്സ്? അതിനെ തല കീഴാക്കി പിടിച്ച് തട്ടി കരയിക്കാൻ ശ്രമിക്കും. എന്നിട്ടും കരഞ്ഞില്ലെങ്കിലോ ചുറ്റുമുള്ള ആളുകളൊക്കെ കരയാൻ തുടങ്ങും, കാരണം ആ ലൈഫ് ഫോഴ്സ് വന്നിട്ടില്ല. അപ്പോൾ ഈ ലൈഫ് ഫോഴ്സിനെയാണ് നമ്മൾ ആത്മൻ അല്ലെങ്കിൽ സ്പിരിറ്റ് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത്. ഇനി ഈ നമ്മൾ സ്പിരിറ്റ് എന്ന് ഇടയ്ക്ക് പറയുമ്പോൾ ഹൈ സ്പിരിറ്റ്സ് എന്ന് പറയും നമ്മൾ, ഇല്ലേ? ജോയ്ഫുൾ സ്പിരിറ്റ് എന്ന് പറയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതും വാസ്തവത്തിൽ ശരിയായ പ്രയോഗമാണ്. കാരണം നമ്മൾ ഒരു യോഗിക് പ്രാക്ടീസിലൂടെ, പ്രത്യേകിച്ച് മെഡിറ്റേഷനിൽ കൂടി നമ്മളെ സെൻറ്റർ ചെയ്യുമ്പോഴാണ് നമ്മളെ സ്പിരിറ്റ് ജോയ്ഫുൾ സ്പിരിറ്റ് അല്ലെങ്കിൽ ഹൈ സ്പിരിറ്റ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അത് യൂസേജ് കറക്റ്റാണ്. അപ്പോൾ ശരീരത്തിൽ എൻ്റർ ചെയ്യുന്ന ഈ സോളിനെ നമ്മൾ ജീവാത്മാവ് എന്ന് പറയും. നമ്മൾ പറഞ്ഞു ശരീരമില്ലാതെ ആത്മാവിന് നിലനിൽക്കാൻ പറ്റും. അപ്പോൾ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ആത്മാവിനെ നമ്മൾ സാധാരണ ഡിപ്പാർട്ടഡ് സോൾ എന്ന് പറയാം, സോൾ. അപ്പോൾ ഡിപ്പാർട്ടഡ് സോൾ, എംബോഡിഡ് സോൾ, രണ്ട് രീതിയിൽ പറയുന്നു. അപ്പോൾ ശരീരത്തിലിരിക്കുമ്പോൾ അതിനെ ജീവാത്മാ എന്ന് വിളിക്കുന്നു. ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ വിട്ടുപോയ ആത്മാവ് അല്ലെങ്കിൽ പരേതാത്മാവ് എന്നൊക്കെ പറയില്ലേ, ആത്മാവ്. അപ്പോൾ സോള്, ആത്മാവ്, ജീവാത്മാവ്, ഈ രീതിയിലാണ് അതിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും എളുപ്പം ലൈഫ് ഫോഴ്സ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ലൈഫ് ഫോഴ്സുമായിട്ടാണ് നമ്മൾ വാസ്തവത്തിൽ താതാത്മ്യം പ്രാപിക്കേണ്ടത്.
ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ആ ലൈഫ് ഫോഴ്സ് ആയിട്ടാണ്. ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുക എന്നുള്ളത് മറ്റു പലതുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോഴാണ് നമ്മുടെ ദർശനം അല്ലെങ്കിൽ പെർസെപ്ഷൻ ഭാഗികമാണ്. ഈ ദർശനം അല്ലെങ്കിൽ പറഞ്ഞ പെർസെപ്ഷൻ അത് നമ്മൾ വേറെ ഒന്നായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് പറയുന്നില്ല. അപ്പം ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വലിനും ആ പെർസെപ്ഷൻ മാറുന്നുണ്ട്. അതെ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സോളിന് ചുറ്റും കുറച്ച് എന്താ പറയുക ഇംപ്യൂരിറ്റീസ്, കോംപ്ലക്സിറ്റീസ്, നമ്മൾ ഈവനിങ് ക്ലീനിങ്ങിൽ പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു കവചം, ഒരു ലെയർ ഉള്ളതുകൊണ്ടല്ലേ. അതെങ്ങനെയാണ് അങ്ങനത്തെ ഒരു ഈ ലെയേഴ്സ് ഫോം ചെയ്യുന്നത് ഓക്കെ. നമ്മുടെ ആത്മാവിന് ചുറ്റും? ഈ ചോദ്യം പറഞ്ഞാൽ തൊട്ടടുത്ത കണക്റ്റഡ് ക്വസ്റ്റ്യൻ അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അതായത് നമുക്കറിയാം, നമ്മളെല്ലാവരെയും ഫ്രീ വിൽ അല്ലെങ്കിൽ സ്വതന്ത്രമായ ഇച്ഛാശക്തി തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് ഈശ്വരൻ. നമുക്കെല്ലാവർക്കും ഫ്രീ വില്ലുണ്ട്. ആക്ച്വലി വിവേകാനന്ദ സ്വാമികൾ ഈ ഫ്രീ വില്ലിനെ വേറെ രീതി അദ്ദേഹം പറയും, ഫ്രീ വിൽ ഈസ് എ കോൺട്രഡിക്ടറി ഐഡിയ എന്ന് പറയും. ഒരു വൈരുദ്ധ്യം ഉണ്ടാക്കുന്ന ഒരു ആശയം എന്ന് പറയും. എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ എങ്ങനെയാ വെച്ചാൽ നമ്മൾ വന്നത് അനന്തതയിൽ നിന്നാണ് അല്ലെങ്കിൽ ദിവ്യത്വം നിന്നാണ്. അവിടെ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. കംപ്ലീറ്റ് ഫ്രീഡം ഉള്ള സമയത്ത് വില്ലിൻ്റെ ആവശ്യമില്ല, ഇച്ഛാശക്തി പ്രയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ സോഴ്സിൽ നമ്മൾ കംപ്ലീറ്റായിട്ട് ഫ്രീ ആണ്. നമ്മൾ തിരിച്ചു പോകുന്നതും ദിവ്യത്വത്തിലേക്കാണ് അല്ലെങ്കിൽ അനന്തതയിലേക്കാണ്. അവിടെയും നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ അവിടെയും വില്ല് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഇച്ഛാശക്തി പ്രയോഗമില്ല. അപ്പോൾ ഫ്രീ വില്ല് ഒരുമിച്ച് പ്രയോഗിക്കുന്ന ഒരു വൈരുദ്ധ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഫ്രീഡം ഉള്ളപ്പോൾ വില്ലില്ല, വില്ലുള്ളപ്പോൾ ഫ്രീഡം ഇല്ലാത്ത മതിയാണ്. അപ്പോൾ നമ്മൾ ഈ വില്ല് ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഹ്യൂമൻ ലെവലിലാണ് ഈ ഫ്രീ വില്ല് ഉപയോഗിക്കേണ്ടത്. അവിടെ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? ഒരു യഥാർത്ഥ ഗുരുവിനെ കണ്ടുപിടിച്ച് ലക്ഷ്യത്തിലേക്ക് യാത്രയാവാൻ ഫ്രീ വില്ല് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിലോ ചോയ്സ് എന്താണ്? അവിടെ തന്നെ നമുക്ക് ഈ ഡ്രങ്കഡായിട്ടുള്ള ആൾക്കാർ, മദ്യപാനികൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, റോഡ് അളന്നുകൊണ്ട് നടക്കുക എന്ന് പറയും. മുന്നോട്ട് പോയില്ല, ഇങ്ങനെ സിക്സ് ആയിട്ട് പോകും. അപ്പോൾ രണ്ട് ചോയ്സുകൾ വന്ന് നമ്മൾ ഫ്രീ ആയിട്ടുള്ള വില്ല് ഉപയോഗിച്ച് സോഴ്സിലേക്ക് മടങ്ങിപ്പോകാം, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കാം. അപ്പോൾ നമ്മളെ ഫ്രീ വില്ല് സിമ്പിളോ കോംപ്ലക്സോ ആവുന്നത് നമ്മളെ ചോയ്സസ് കൊണ്ടാണ്. നമുക്ക് മനസ്സിലാവും അല്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഈശ്വരൻ്റെ സൃഷ്ടിയിൽ ചോയ്സ് എടുക്കാൻ, അല്ലെങ്കിൽ ഒന്നിനോട് ഇഷ്ടവും വേറൊന്നിനോട് അനിഷ്ടം, അതല്ല ചോയ്സ്, അതെടുക്കാനുള്ള അധികാരം നമുക്കില്ല. ബട്ട് വി ഡു. പക്ഷെ നമ്മളത് ചെയ്യണം. അപ്പോൾ ഈ ചോയ്സസ് ആണ് ആക്ച്വലി നമ്മളെ കോൺഷ്യസ്നെസ്സിനെ സങ്കീർണമാക്കണം. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇഷ്ടാനിഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, അഹം എന്നുള്ള ബോധം അതിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മളെ ബോധം സങ്കീർണമാകുന്നത്. ഇപ്പോൾ നമ്മളതിന് പറയും ഇഷ്ടാനിഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് വന്നാൽ എന്താണ്ടാവുക? ഹാർട്ട്ഫുൾനെസ്സിൽ സി എന്നുള്ള പോയിന്റ് ഡിസ്റ്റർബ്ഡ് ആവും. അതൊക്കെ സ്പിരിച്വൽ അനാട്ടമിയിൽ ഡീറ്റെയിൽ ആയിട്ട് ദാജി പറയുന്നുണ്ട്. ഇപ്പോൾ സി പോയിന്റിൽ ഡിസ്റ്റർബൻസ് വന്നു, ഹാർട്ടിലെ പോയിൻ്റാണത്. ഈ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തിനോടൊക്കെ വരാൻ സാധ്യതയുള്ളത്? വസ്തുക്കളോടും വ്യക്തികളോടും. ഇത് രണ്ടല്ലേ ഉള്ളൂ ഈ ലോകത്തിൽ. അത് വസ്തുക്കളോടാണെങ്കിൽ ആ വൈബ്രേഷൻസ് എ എന്ന് പറയുന്ന മറ്റൊരു പോയിന്റിൽ സെറ്റിൽ ചെയ്യും. ഇനി വ്യക്തികളോടാണെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷനോ അല്ലെങ്കിൽ റിപ്പൽഷനോ ആണെങ്കിൽ ബി എന്നുള്ളൊരു പോയിന്റിൽ വൈബ്രേഷൻസ് സെറ്റിൽ ചെയ്യും. അപ്പോൾ നമ്മുടെ സി പോയിൻറ്റും എ പോയിൻറ്റും ബി പോയിൻറ്റും ഡിസ്റ്റർബായി. ഇപ്പോൾ കോൺഷ്യസ്നെസ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, നമ്മൾ കർമ്മ മേഖലയിൽ ആക്റ്റീവ് ആവുന്നു, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ എയും ബിയും സിയും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മുടെ ഈ ബോധം സങ്കീർണമാവുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല, വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ധാർമ്മികത നഷ്ടപ്പെടുന്നു. അപ്പോൾ നമുക്ക് കുറ്റബോധം തോന്നും. പിന്നീട് കുറ്റബോധത്തിന് മറ്റൊരു പോയിന്റിൽ പോയി ഇത് വൈബ്രേഷൻ സെറ്റിൽ ചെയ്യും, ഡി എന്ന് പറയും. ഇതെല്ലാം താജി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ചക്ര, എർത്ത് എലിമെൻറ്റിൻ്റെ ചുറ്റും ഒരു
എൽ ഷേപ്പിൽ ഒരു മതിൽ പോലെയാണ്. അടുത്ത പോയിന്റിലേക്കുള്ള എൻട്രിക്ക് ബ്ലോക്ക് ചെയ്ത പോലെയാണ്. അപ്പോൾ ABCD പോയിന്റുകൾ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ഫസ്റ്റ് ചക്ര ഡിസ്റ്റർബ്ഡായി. ഫസ്റ്റ് ചക്ര എന്ന എർത്ത് എലമെൻ്റാണ്. അതിൻ്റെ പൊളാരിറ്റി എന്താണ്? സംതൃപ്തിയും അസംതൃപ്തിയാണ്. കണ്ടെൻമെൻ്റ് ആണ്. അത് പ്രോപ്പർ ആണെങ്കിൽ, അത് സെൻറ്റേർഡ് ആണെങ്കിൽ കണ്ടെൻമെൻ്റ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഡീസെൻറ്റേർഡ് ആണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുക അസംതൃപ്തിയാണ്. അപ്പോൾ ഇപ്പോൾ ABCD ഡിസ്റ്റർബ്ഡ് ആയതോടെ ഈ വൈബ്രേഷൻ ഫസ്റ്റ് പോയിന്റിനെ അസ്വസ്ഥമായി. അത് ഓവർഫ്ലോ ചെയ്ത് അടുത്ത പോയിന്റിലേക്ക്. സെക്കൻഡ് പോയിന്റ് ആത്മചക്ര എന്നായിരുന്നു പറയും. അത് ഈത്തർ എലിമെൻ്റാണ്, ആകാശം എന്നുള്ള പഞ്ചഭൂതം. അവിടെ നമുക്ക് സെൻറ്റേർഡ് ആണെങ്കിൽ ശാന്തിയെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് പോയിന്റിൽ അസംതൃപ്തി ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ശാന്തി നഷ്ടപ്പെടും. അതുപോലെ അത് തേർഡ് ചക്രയിലേക്ക് അത് ഓവർഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് സ്നേഹമാണ് അവിടെ ഫീൽ ചെയ്യേണ്ടത്. ഫയർ പോയിൻ്റാണ് മൂന്നാമത്തെ ചക്ര. അതിന് പകരം നമുക്ക് ദേഷ്യം വരും. അല്ലെങ്കിൽ ശാന്തി കുറേ നേരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. ഇനി ദേഷ്യം വന്ന് ദേഷ്യത്തിൻ്റെ ഉന്നതിയിൽ അത് ഫ്ലോ ഫോർത്ത് പോയിന്റിൽ വരുമ്പോൾ എന്താണ്ടാവുക? ദേഷ്യമാണ് പിന്നീട് ഭയമായിട്ട് മാറുക. പിന്നെയും അത് മുകളിലേക്ക് അഞ്ചാമത്തെ ചക്രയിൽ വരുമ്പോൾ എയർ പോയിൻ്റാണ്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് വാട്ടർ പോയിൻ്റാണ്. ഫിഫ്ത്ത് പോയിന്റ് എയറാണ്, വായു. അവിടെ നമുക്ക് വ്യക്തത നഷ്ടപ്പെടും. അവിടെ വ്യക്തതയും അവ്യക്തതയും തമ്മിലുള്ള പൊളാരിറ്റിയാണ് ഉള്ളത്. സെൻറ്റേർഡ് ആണെങ്കിൽ വ്യക്തത, സെൻറ്റേർഡ് അല്ലെങ്കിൽ അവ്യക്തത. എന്തുകൊണ്ടാണ് ഈ പൊളാരിറ്റി? പൊളാരിറ്റിയിലാണ് സൃഷ്ടി നിൽക്കുന്നത്, ഓപ്പോസിറ്റ്സിലല്ലേ സൃഷ്ടി നിൽക്കുന്നത്. അപ്പോൾ ഒരു മായയുടെ ഒരു പോയിന്റിലെത്തി നമ്മൾ. ഒരു ഹാലൂസിനേഷൻ, മായ, അൺറിയൽ ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ് ഇങ്ങനെ സങ്കീർണമാകുന്നു. ഈ സമയത്ത് നമ്മുടെ ബോധം അതിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെർസെപ്ഷൻ ക്ലിയർ ആവില്ല. ഇതിനെയാണ് നമ്മൾ ശീലവിധേയത്വം അല്ലെങ്കിൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഈ ബോധത്തിൽ കോംപ്ലക്സിറ്റീസ് വരുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ബാധ്യസ്ഥനാവുന്ന മാതിരിയാണ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ശീലവിധേയത്വം എന്ന് പറയും. അപ്പോൾ ഈ ശീലവിധേയത്വത്തിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും. നമ്മൾ സാധാരണ എക്സാമ്പിൾസ് പറയാറുണ്ട്. ഒരു എലിഫൻറ്റിനെ ഒരു പ്ലാസ്റ്റിക് ചെയറിൽ കെട്ടിയിരിക്കും. ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ? അത് കാട്ടിലത് എത്ര രാജാവായിട്ടിരുന്നിരുന്ന അതാണ്. അതിനെ മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച് മെരുക്കി അതിനെ കഠിനമായ പരിശീലനങ്ങൾ കൊടുത്ത് ക്രൂരമായിട്ടിരുന്നത്. 4 കാലിലും ചങ്ങലക്കിട്ട് അതിനെ കണ്ടീഷൻ ചെയ്യുമ്പോൾ അവസാനം കാലിൽ ചങ്ങല പോലെ എന്തെങ്കിലും ഒന്ന് കെട്ടിയാൽ പിന്നെ അനങ്ങാൻ പാടില്ല എന്നുള്ള ഒരു ശീലവിധേയത്വം അതിന് വന്നു. സർക്കസിലെ ആനകൾ കണ്ടില്ലേ, ഒരു പ്ലാസ്റ്റിക് ചെയറിലൊക്കെ കെട്ടിയിട്ടുണ്ടാവുക. ഈ സർക്കസ് കൂടാരം മുഴുവൻ തകർക്കാനുള്ള ശക്തി അതിനുണ്ട്. പക്ഷെ അതിൻ്റെ കണ്ടീഷനിങ് അല്ലെങ്കിൽ ശീലവിധേയത്വം കൊണ്ട് ഒരു ബേബി എലിഫൻറ്റുമാര് ബിഹേവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ശക്തി ഈ ശീലവിധേയത്വം അല്ലെങ്കിൽ കണ്ടീഷനിങ് കൊണ്ട് അതിൻ്റെ ശക്തി അത് അറിയുന്നില്ല. അതുപോലെ മനുഷ്യനും നമ്മുടെ സോളിൻ്റെ അനന്തമായ ശക്തി ഈ മാലിന്യങ്ങളും അതുപോലെ സങ്കീർണതകളും കൊണ്ട് ശീലവിധേയത്വം കൊണ്ട് നമുക്ക് വേണ്ട മാതിരി അത് പ്രകടമാക്കാൻ സാധിക്കുന്നില്ല. മറ്റൊരു ഉദാഹരണം ദാജി പറയണ്ടായി. ഒരു എക്സ്പെരിമെൻ്റ്. പല റിലീജിയസ് ആയിട്ടുള്ള സംഘടനകൾ, മേലധ്യക്ഷന്മാർ അവർ ഒരു വീഡിയോ കാണിക്കുക. ആ വീഡിയോയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരാൾ വേറൊരാളെ ടോർച്ചർ ചെയ്യുന്നത് കാണിക്കുന്നു. പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താ വെച്ചാൽ ഒരു ടോർച്ചർ ചെയ്യുന്ന ആൾ ഒരു മുസ്ലിമാണ്, ടോർച്ചേർഡ് ആവുന്ന ആൾ ഒരു ജൂതനാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഒരു ജൂതമതത്തിൻ്റെ അധിപനാണെന്ന് വിചാരിക്കും. വേറൊരു സാഹചര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഒരു മുസ്ലിം മതത്തിൻ്റെ മേലധ്യക്ഷനാണെന്ന് വിചാരിക്കും. ഇവരോടൊക്കെയുള്ള നിർദ്ദേശം എന്താ? നിങ്ങൾ വെറുതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക വേണ്ടു. അവർ തലയിൽ MRI പിടിപ്പിച്ചിട്ടുണ്ട്, ഒന്നും സംസാരിക്കണ്ട. അപ്പോൾ അവർ കണ്ടു ഒരു ജൂതമതത്തിൽപ്പെട്ട ഒരാളെ മുസ്ലിമായിട്ടുള്ള ഒരാൾ ടോർച്ചർ ചെയ്യുന്ന സമയത്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജൂതമതത്തിൻ്റെ മേലധ്യക്ഷനുണ്ടാവുന്ന റിയാക്ഷനും, അതേസമയം ഒരു ജൂതൻ മുസ്ലിമായിട്ടുള്ള ഒരാളെയാണ് ടോർച്ചർ ചെയ്യുന്നത്.
MRIയിൽ വ്യത്യാസമുണ്ട്. രണ്ടുപേരുടെയും MRIയിൽ വ്യത്യാസം. എന്താ അതിന് കാരണം? എന്താ ആക്ച്വലി നടക്കുന്ന സംഭവം എന്താണ്? നമ്മൾ ഫാക്ച്വലായിട്ട് ആലോചിച്ചാൽ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ടോർച്ചർ ചെയ്യുന്നു, ഇത്രയേ അവിടെ നടക്കുന്നുള്ളൂ. പക്ഷേ ഇത് കാണുന്ന വ്യക്തികൾ ആക്ച്വലി റിലീജിയസ് ഉയർന്ന ആൾക്കാരാണ്. പക്ഷേ അവരുടെ MRIയിൽ വ്യത്യാസം, അവരുടെ പെർസെപ്ഷനിലും അത് കാഴ്ചപ്പാടിലും വ്യത്യാസം വരുന്നു. മതം എത്രമാത്രം നമ്മളെ കണ്ടീഷൻഡ് ആക്കണമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണത്തിനുള്ള എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ദാജിദ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മളെ ഈശ്വരനോട് അടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്ന മതങ്ങൾ ഇന്ന് നമ്മളെ പരസ്പരം ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ്. കാരണം നമ്മൾ അറിയാതെ ഈ ശീലവിധേയത്വം കൊണ്ട്, ബോധപൂർവമല്ല, ശീലവിധേയത്വം കൊണ്ട് നമ്മുടെ MRI മെഷീൻസ് കളവ് പറയില്ലല്ലോ, MRIയിലെ റിഫ്ലക്ഷൻ വേറെ വേറെ കാണും. മറ്റൊരു എക്സാമ്പിൾ നമുക്കൊക്കെ അറിയാം, ബയോളജി ക്ലാസ്സുകളിൽ ഡോക്ടറോട് പറയേണ്ട കാര്യമില്ല, ഈ പവൽസ് എക്സ്പെരിമെൻറ്റിൽ സ്പെസിഫിക് കണ്ടീഷനിങ് ഓഫ് എ ഡോഗ് ഉണ്ടല്ലോ, ഒരു ഡോഗിനെ എങ്ങനെ കണ്ടീഷൻ ചെയ്യാം. 16th and 17th centuryയിൽ വേറൊരു സംഗതി ഡോക്ടേഴ്സ് കണ്ടു, നൺസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട്. കന്യാസ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം ബ്രസ്റ്റ് ക്യാൻസർ. കന്യാസ്ത്രീകളിലാണ് അത് മെജോറിറ്റി ആയിട്ട് കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അവർ റിസർച്ച് നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ലെഫ്റ്റ് ബ്രസ്റ്റിലാണ് ഈ ക്യാൻസർ വരുന്നത്. അപ്പോൾ ഇനി സ്പിരിച്വൽ അനാട്ടമി അനുസരിച്ച് നോക്കൂ, ലെഫ്റ്റ് ബ്രസ്റ്റിൻ്റെ അവിടുത്താണ് B പോയിൻറ്റും 3rd ചക്ര, മൂന്നാമത്തെ ചക്ര, അതായത് ഫയർ പോയിൻറ്റും B പോയിൻറ്റും ലെഫ്റ്റ് ബ്രസ്റ്റിൻ്റെ അടുത്തല്ലേ. അപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ ജീവിത രീതി എങ്ങനെയാണ്? മതത്തിൻ്റെ ചില കണ്ടീഷനിങ് കൊണ്ട്, ശീലവിധേയത്വം കൊണ്ട് അവരുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്തിട്ടുള്ള അവസ്ഥയിലാണല്ലോ, ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ സപ്രസ്ഡ് ഇമോഷൻസ് ഈ B എന്നുള്ള പോയിന്റിലും മൂന്നാമത്തെ ചക്രം, അതാണ് ദേഷ്യവും സ്നേഹവും തമ്മിലുള്ള പൊളാരിറ്റിയിലും ഉണ്ടാക്കുന്ന ഡിസ്റ്റർബൻസസ് കാലങ്ങളായിട്ട് തുടരുന്ന സമയത്ത് ഈ സപ്രസ്ഡ് ഇമോഷൻസ് കൊണ്ട് ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നു സിസ്റ്റത്തിലേക്ക്. ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെൽ ഡബ്ലിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ സെല്ലുകൾ കൂടുതലായിട്ട് ഡബിൾ ചെയ്യുന്നു, അതിൽ ക്യാൻസർ എന്ന് പറയുന്നു. ഇപ്പോൾ ലെഫ്റ്റ് ബ്രസ്റ്റിൽ ക്യാൻസർ. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? നമ്മുടെ ബോധത്തിൽ ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അഹം എന്നുള്ള ബോധം എങ്ങനെ നമ്മുടെ ബോധത്തിനെ കോംപ്ലക്സ് ആക്കണം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓരോ ചക്രങ്ങൾക്കും ഓരോ വൈകാരികതയുടെ പൊളാരിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ചക്ര എർത്ത് എലിമെൻറ്റ്, അത് സംതൃപ്തി അസംതൃപ്തി. സെക്കൻഡ് ചക്ര ശാന്തി അശാന്തി. തേർഡ് ചക്ര സ്നേഹവും വെറുപ്പും. ഫോർത്ത് ചക്രയിൽ ഭയവും അതുപോലെ തന്നെ കറേജ്. അഞ്ചാമത്തെ ചക്രയിൽ വ്യക്തതയും അവ്യക്തതയും. അപ്പോൾ ഇത് ഒരു യോഗിക് പ്രാക്ടീസിലൂടെ, പ്രത്യേകിച്ച് ഹാർട്ട്ഫുൾനെസ്സിൽ ഈ ട്രാൻസ്മിഷൻ്റെ സഹായത്തോടു കൂടി നമ്മൾ മെഡിറ്റേഷൻ, ക്ലീനിങ്, പ്രെയറൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ചക്രങ്ങളെ നമ്മൾ സെൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെസ്റ്റ് പാർട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതായത് സംതൃപ്തി, സമാധാനം, സ്നേഹം, ധൈര്യം, വ്യക്തത. ഫസ്റ്റ് 5 points. ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് പാർട്ട് എടുത്തൊക്കെ ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ അസംതൃപ്തി, അശാന്തി, ദേഷ്യം, ഭീരുത്വം, അവ്യക്തത. ഇതേ സമയത്ത് ഹയർ ചക്രകളിൽ നിന്ന് എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ 2 പൊളാരിറ്റിയുള്ള സിറ്റുവേഷൻ കണ്ടു നമ്മുടെ ജീവിതത്തിൽ. ഇതാണ് സ്പിരിച്വൽ അനാട്ടമിയിൽ ദാജി വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെയാണ് ഇഷ്ടാനിഷ്ടങ്ങൾ, ആഗ്രഹങ്ങളും അഹം എന്നുള്ള ഭാവമാണ് ബോധത്തിനെ സങ്കീർണതകളും മാലിന്യങ്ങളും കൊണ്ട് നിറയ്ക്കുന്നത്. ഓക്കെ, അതിലൂടെയാണ് നമ്മുടെ ഒരു കണ്ടീഷനിങ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ആ ഒരു ആത്മാവിന് ചുറ്റും സങ്കീർണതകളും മാലിന്യങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ എന്താ പറയുക, നമ്മുടെ പോയിൻറ്റ്സ്, ഹാർട്ട് റീജൻസ് പോയിൻറ്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ അങ്കിൾ എക്സ്പ്ലെയിൻ ചെയ്യണ്ടായി. അപ്പം ഓരോ പോയിന്റിലും ഓരോരോ ക്വാളിറ്റി ഉണ്ട് എന്ന് അങ്കിൾ പറയണ്ടായിരുന്നു. എല്ലാ മനുഷ്യനും ബേസിക് ആയിട്ട് ആഗ്രഹിക്കുന്നത് സന്തോഷം എന്ന് പറഞ്ഞൊരു കാര്യമാണല്ലേ. എന്താണ് ശരിക്കും സന്തോഷം? പിന്നെ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ പോലെ തന്നെ കണ്ടെയ്ൻമെൻറ്റ് അല്ലെങ്കിൽ സംതൃപ്തി, എന്താണ് ഈ 2? ഓക്കെ, സന്തോഷമെന്ന് എല്ലാ ജീവജാലങ്ങളും
അടിസ്ഥാനപരമായിട്ട് സന്തോഷം അല്ലെങ്കിൽ കണ്ടൻമെൻ്റ് ആഗ്രഹിക്കുന്നു, ഉറപ്പല്ലേ? അതിനെ നമ്മൾ അതില്ലാത്ത അവസ്ഥയിൽ, അതിൻ്റെ അഭാവത്തിൽ ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള പലതരം പ്രശ്നങ്ങൾ നമ്മൾ സംഭവിക്കും, അല്ലേ? അപ്പോൾ കണ്ടൻമെൻ്റ് എന്നാണ് കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്. ഇത് അഷ്ടാവക്ര ഗീതയിലുണ്ട്. അഷ്ടാവക്ര ഗീതയിൽ അഷ്ടാവക്രനോട് ജനക മഹാരാജാവ്, രാജർഷിയായിട്ടുള്ള ജനക മഹാരാജാവ് ചോദിക്കുന്ന ചോദ്യം മോക്ഷപ്രാപ്തിക്ക് ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. അപ്പോൾ ദാജി പറയും, അഷ്ടാവക്ര മഹർഷി, ക്രിക്കറ്റിൽ നമ്മൾ പറയില്ലേ ഫസ്റ്റ് ബോൾ ആൻഡ് സിക്സർ എന്ന്, അതുപോലെ ഒരു സിക്സർ അടിക്കും ആൾ. ആ സിക്സറിൽ ആദ്യത്തെ സംഗതി കണ്ടൻമെൻ്റാണ്. അതായത് പറയണത് വിഷയങ്ങളെ വിഷം പോലെ ത്യജിക്കുക, അതാണ് ഒന്ന്. പിന്നെ ക്ഷമ, ദയ, ആർജവം, സന്തോഷം, സത്യം. ഇതിൽ സന്തോഷം അല്ലെങ്കിൽ കണ്ടൻമെൻ്റാണ് ഒന്നാമത്തെ ഫാക്ടർ. ബാക്കിയെല്ലാം അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ കണ്ടൻമെൻറ്റ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഒരു യോഗി പറയുന്നു. ഇനി നമ്മൾ കണ്ടൻമെൻറ്റ് അല്ലെങ്കിൽ സന്തോഷം എന്താണെന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സന്തോഷം വേണം നമുക്ക് പറഞ്ഞു, ബേസിക് ആയിട്ടുള്ള ഒരു വസ്തുതയാണെന്ന് പറഞ്ഞു. സന്തോഷത്തിൻ്റെ തൊട്ട് മുമ്പത്തെ അവസ്ഥ എന്താ ആലോചിച്ചു? ഒരാൾക്ക് പറയാൻ പറ്റുമോ എനിക്ക് നല്ല സന്തോഷമുണ്ട് പക്ഷെ എനിക്ക് ശാന്തി ഇല്ല കേട്ടോ? ഇല്ല. അപ്പോൾ ശാന്തിയാണ് സന്തോഷത്തിൻ്റെ പ്രിക്കസർ എന്ന് പറയാം, അല്ലേ? ശാന്തി ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ സന്തോഷത്തിൻ്റെ തൊട്ട് മുമ്പത്തെ അവസ്ഥ ശാന്തിയാണ്. ഇനി ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ. ശാന്തിക്ക് തൊട്ട് മുമ്പ് നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ ശാന്തി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ എല്ലാ ഘടകങ്ങളും തമ്മിൽ ഒരു ഹാർമണിയാണ്. ശാന്തി എന്ന് പറയുമ്പോൾ തന്നെ ഹാർമണിയല്ലേ വരുന്നത്. നമ്മൾ ചുറ്റുമുള്ള ആളുകളായിട്ടും മറ്റ് ചരാചരങ്ങളായിട്ടും നമ്മളൊരു ഹാർമണിയാണ്, ഒരു അനുരഞ്ജനം വേണം. അപ്പോൾ ഒരു സമഞ്ജസമായ പൊരുത്തം, അനുരഞ്ജനം അല്ലെങ്കിൽ ഹാർമണിയാണ് ശാന്തിയുടെ തൊട്ട് മുമ്പുള്ള അവസ്ഥ എന്ന് വ്യക്തമല്ലേ? അപ്പോൾ ഹാർമണി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്ന് ആലോചിച്ചോളൂ. ഒരാളുടെ ഉള്ളിൽ ഹാർമണി ഉണ്ടാവണമെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാ ഡയറക്ഷനിലും ചിന്തിക്കാനുള്ള ഒരു സമഗ്രമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് വേണം. അതിനെ കോണ്ടംപ്ലേറ്റീവ് തിങ്കിങ് നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ പറയാം. അപ്പോൾ ഈ ഹാർമണിയുടെ തൊട്ട് മുമ്പത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സമഗ്രമായ ചിന്ത, 360 ഡിഗ്രി അവയർനെസ് രാജു പറയുന്നത്. കോണ്ടംപ്ലേറ്റീവ് തിങ്കിങ് എങ്ങനെ ഉണ്ടാവണമെങ്കിൽ മനസ്സിന് ഫോക്കസ് വേണം. അപ്പോഴേ നമുക്ക് കോണ്ടംപ്ലേഷൻ സാധ്യമുള്ളൂ. നമ്മൾ ഒരു ഭാഗത്ത് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൾട്ടിപ്പിൾ തോട്ട്സ് ആണെങ്കിൽ നമുക്ക് കോണ്ടംപ്ലേഷൻ സാധ്യമല്ല. അപ്പോൾ ഫോക്കസ്ഡ് ആയിരിക്കണം തിങ്കിങ്. ഫോക്കസ്ഡ് തിങ്കിങ്ങിന് ഈ ലോകത്തിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്താ? മെഡിറ്റേഷൻ. അപ്പം ഇനി ഈ ഡോട്ട്സ് കണക്ട് ചെയ്ത് എന്താണ്ടാവുക? മെഡിറ്റേഷൻ, ഫോക്കസ് തിങ്കിങ്, കോണ്ടംപ്ലേഷൻ, ഹാർമണി, ശാന്തി, സന്തോഷം. അപ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ അല്ലെങ്കിൽ ബോധത്തിനെ പ്രത്യേകിച്ചും ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് കൊണ്ട് സെൻറ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സന്തോഷം അല്ലെങ്കിൽ കണ്ടൻമെൻറ്റ് ഫീൽ ചെയ്യുന്നത്. ഇത് ദാജി സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഏറ്റവും നല്ല കണ്ടൻമെൻറ്റ് ഉണ്ടാവുന്ന അവസ്ഥ എന്താണ്? ഡീപ്പ് സ്ലീപ്പ് അല്ലേ? ഡീപ്പ് സ്ലീപ്പിൽ നമ്മുടെ EEG നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ വേവ്സ് ആണ് കാണുക. 3 to 5 Hz/s അതിൻ്റെ ഫ്രീക്വൻസി, അല്ലേ? ഡെൽറ്റ വേവ്സ്. ആദ്യമായിട്ട് ഈ ഡെൽറ്റ വേവ്സ് സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റിൽ കണ്ടത് 10,000 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്ത ബുദ്ധമത സന്യാസികളിലാണ്. അവർ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ EEG പിടിപ്പിച്ച് നോക്കിയപ്പോൾ ഡെൽറ്റ വേവ്സ് വന്നു. ദാജി കോളേജ് സ്റ്റുഡൻസിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആക്കിയിട്ട് അവരൊക്കെ EEG മെഷീൻ കണക്ട് ചെയ്തിട്ട് ട്രാൻസ്മിഷനോട് കൂടിയിട്ടുള്ള ഫസ്റ്റ് സിറ്റിംഗ് നോക്കി. ഈ ഫസ്റ്റ് സിറ്റിങ്ങിൽ അത്ഭുതകരമായിട്ട് 95% കുട്ടികളും, അതും ചെറുപ്പക്കാരാണ്, മനസ്സെങ്ങനെ നമുക്ക് ഊഹിക്കാമല്ലോ, ഡെൽറ്റ വേവ്സ് ആണ്. സംപ്രേഷണത്തിൻ്റെ ശാസ്ത്രീയതയാണത്. അതായത് ഈ കണ്ടൻമെൻറ്റ് ഈ ട്രാൻസ്മിഷനോട് കൂടിയിട്ടുള്ള സിറ്റിങ്ങിൽ ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ അനുഭവപ്പെടുന്നു. ആന്തരികമായിട്ട് ഉറങ്ങുന്ന പോലെയുള്ള അവസ്ഥ, ബാഹ്യമായിട്ട് അവർ ആക്റ്റീവാണ്.
അവരവെയറാണ്. അതാണ് സന്തോഷം. ഓക്കെ. സോ ആ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലൂടെയാണ് ശരിക്കുമുള്ള സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു കണ്ടൻമെൻറ്റ് എന്ന് പറയുന്നതിൽ എത്തുന്നത്. അതാണ് ബേസിക്. അതിൽ നിന്നാണ് അടുത്തടുത്ത ക്വാളിറ്റീസിലോട്ട് ഇവോൾവ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് അങ്കിള് പറഞ്ഞതെന്ന് മനസ്സിലായത്. അപ്പോൾ എന്താണ് ശരിക്കും ഈ പറയുന്ന ക്വാളിറ്റീസൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരു ഉറവിടം എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ഒരു സോഴ്സ്. സ്പിരിച്വൽ അനാട്ടമിയിലും ദാജി അതിനെക്കുറിച്ച് പറയണ്ടേ. അപ്പം എങ്ങനെയാണ് അങ്കിളിന് അതിനെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പറയാൻ സാധിക്കുന്നത് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി? എന്താണ് സോഴ്സ് എന്താണ് സോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഉറവിടം എന്ന് പറയുന്നത്? ഓക്കെ. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഊർജം പല പല ഏരിയയിൽ ഇങ്ങനെ ഘനീഭാവം ഉണ്ടെന്ന്, എനർജി വേർട്ടക്സസ് ശരീരം മുഴുവൻ. അപ്പോൾ അതൊരു ആർട്ടും സയൻസും കൂടിയാണ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് എനർജി ഫ്ലോ എന്ന് പറയുന്നത് അനാട്ടമി. നമ്മുടെ ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ് സ്പിരിച്വാലിറ്റീനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് അറിയാം? ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റിമെമ്പറൻസ്. അതായത് ആത്മീയത എന്ന് പറയുന്നത് സ്മരണ എന്ന കലയും ശാസ്ത്രവുമാകുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ എന്താ, ഊർജത്തിൻ്റെ കലയും ശാസ്ത്രവുമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അനാട്ടമി. ഇവിടെ ആത്മീയതനെ സ്മരണ എന്ന കലയും ശാസ്ത്രവുമാകുന്നു. അപ്പോൾ എന്തിനാണ് നമ്മൾ സ്മരിക്കുന്നത്? നമ്മുടെ ഉറവിടത്തിനെയാണ് ഇവിടെ നമ്മൾ സ്മരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് ഉറവിടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോധത്തിൻ്റെ വികാസത്തിൽ കൂടി മാത്രമേ നമുക്ക് ഇത് മനസ്സിലാവുള്ളൂ, എന്താണ് ഉറവിടം എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക? ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസിൽ നമുക്കറിയാം മെഡിറ്റേഷൻ, അത് മനസ്സിനെ ഫീലിംഗ് ആക്കി മാറ്റണം. ക്ലീനിങ്, ബുദ്ധിയെ വിവേകമാക്കി മാറ്റണം. പ്രാർത്ഥനയോ നമ്മുടെ അഹം എന്നുള്ള ബോധത്തിനെ വിനയവും സ്നേഹവുമാക്കുന്നു, നമ്മുടെ ഉറവിടത്തോട് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ പ്രാർത്ഥന നമ്മുടെ സോഴ്സിനോട് കണക്ട് ചെയ്യണം. അപ്പോൾ അവിടെ സോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ബോധത്തിൻ്റെ വികാസത്തിലൂടെ നമുക്ക് ഇതിനെ ഗ്രഹിക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ബോധം എന്നുള്ള ക്വസ്റ്റ്യൻ വരും. ഞാൻ ഡോക്ടർ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ബോധം, അല്ലെങ്കിൽ എനിക്കറിയാം അതായിരിക്കും അടുത്ത ചോദ്യം. അപ്പോൾ ബോധത്തിന് നമുക്ക് പറയാൻ പറ്റുക ഡിഗ്രി ഓഫ് അവെയർനെസ് ആൻഡ് അൺഅവെയർനെസ് എന്ന് പറയും. നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധമുണ്ട്. അപ്പോൾ എന്തുമാത്രം നമുക്ക് അവബോധമുണ്ട്, എന്തുമാത്രം നമുക്ക് അവബോധമില്ല എന്നതാണ് നമ്മൾ ബോധം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിണമിച്ച ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓരോ സാഹചര്യത്തിൻ്റെയും സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് ആ സാധ്യതകളിലെ ബെസ്റ്റ് സാധ്യത എന്താണെന്ന് നോക്കി അതിൻ്റെ അടുത്ത പടിയെ അത് പ്രായോഗികമാക്കാൻ നോക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഹെഡേക്കാന്ന് വിചാരിക്കും. അപ്പോൾ ഞാനെന്താ ചെയ്യുക? ഇപ്പോൾ ഹെഡേക്കാണോ, പോയി റെസ്റ്റ് ചെയ്തോളൂ. അല്ലെങ്കിൽ കുറച്ച് ബോധം വികസിച്ച ആളാണെങ്കിൽ എന്താണ് ഇതിന് പരിഹാരം? പല പരിഹാരങ്ങളുണ്ടാവാം. അതിൽ ഏറ്റവും ആപ്റ്റായിട്ട് ഇവിടെ എടുക്കേണ്ട പരിഹാരം എന്താണ് എന്ന് നോക്കാം, എന്നിട്ട് അത് നിർദ്ദേശിക്കാം, അല്ലെങ്കിൽ അതിനെ പ്രാവർത്തികമാക്കാം. അപ്പോൾ പരിണമിച്ച ബോധം എപ്പോഴും ആ നിമിഷത്തിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അതിൻ്റെ പോസിബിലിറ്റീസിലേക്കും ആക്ച്വാലിറ്റീസിലേക്കും പോയി അല്ലേ. ഇനി ബോധത്തിന് വ്യത്യസ്തമായിട്ടുള്ള ലെവലുകളുണ്ട്. നമുക്കറിയാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോധം ടോയ്സിലാണ്, കളിപ്പാട്ടങ്ങളല്ലേ, അവരുടെ ബോധം അതിലാണ്. യൂത്തായി കഴിഞ്ഞാലോ അവരുടെ ബോധം റൊമാൻസിലാണ്. ഇനി കുറച്ച് മുതിർന്നു ജീവിതത്തിലേക്ക് പ്രവേശിച്ചു, ആ സമയത്ത് വിവാഹം, അല്ലെങ്കിൽ ഇപ്പോൾ ജോബ്, ജോലിയോടുള്ള പാഷൻ, പണം സമ്പാദിക്കുക, ഇതൊക്കെയാണ് അവരുടെ ബോധത്തിൽ ശക്തമായിട്ടുണ്ടാവുക. അപ്പോൾ ഓരോ പ്രായത്തിലും ഓരോ സമയത്തിലും നമ്മുടെ ബോധത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ടോയ്
അല്ലെങ്കിൽ കളിപ്പാട്ടം എന്ന് പറയുന്നത് ഈ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധം തന്നെയാണ്. മറ്റതൊക്കെ ബോധത്തിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രായോഗിക വശങ്ങളാണ്. ഇത് ബോധം തന്നെയാണ് ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കളിപ്പാട്ടം. അപ്പോൾ ഒരു യോഗി ഈ ബോധത്തിൽ കളിപ്പാട്ടമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു കിക്ക് കിട്ടും. ആ കിക്കിനെയാണ് ആത്മീയതയിൽ സച്ചിദാനന്ദം എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്പിരിച്വൽ അനാട്ടമിയിൽ 10ാമത്തെ ചക്രമാണ്, SDK, സഹസ്രദള കമലം, 10th ചക്ര, പ്രഭു സ്റ്റേജ്. അപ്പോൾ സച്ചിദാനന്ദം, അതായത് സച്ചിത് ആനന്ദമാണ്, എക്സിസ്റ്റൻസ് കോൺഷ്യസ്നസ് ബ്ലിസ്. നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ള ബോധം തന്നെ നമുക്ക് ആനന്ദം തരുന്ന തരത്തിലുള്ള, അതാണ് ആ കിക്ക് എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ബോധം പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ, ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് നോക്കില്ലേ, ഇല്ലേ? അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് ബോധത്തിൻ്റെ അനേകം ലെയറുകൾ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ വരുമ്പോഴാണ് യോഗി ആലോചിക്കുക, എന്താണ് ഈ ബോധത്തിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ഡോക്ടർക്കറിയാം, ഹോമിയോപ്പതിയിൽ മദർ ടിഞ്ചർ, എല്ലാ മരുന്നുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു മരുന്ന്, അതിൽ മദർ ടിഞ്ചർ എന്ന് പറയാം. ബോധത്തിൻ്റെ മദർ ടിഞ്ചർ എന്താണ്? യോഗിയുടെ ആ ബോധത്തിൻ്റെ തലത്തിൽ വരും. ആ അവസ്ഥയിലാണ് അദ്ദേഹം ഒരു ശൂന്യത കാണുക, വോയിഡ്. ആ ശൂന്യത എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ള അവസ്ഥയല്ല, എല്ലാ സാധ്യതകളും അടങ്ങുന്ന ശൂന്യതയാണ്, അല്ലേ? ആ ശൂന്യതയിൽ കൂടി നമ്മളെല്ലാവരും കണക്റ്റഡാണ്. ആ ശൂന്യതയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ നമുക്ക് ആലോചിക്കാം, ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സിൽ എന്താ പറയുന്നത്? ഊർജത്തിൻ്റെ ഫ്ലോ അത് പൊട്ടൻഷ്യാലിറ്റിയിൽ നിന്ന്, പോസിബിലിറ്റിയിൽ നിന്ന് ആക്ച്വാലിറ്റിയിലേക്ക് പോകുന്നു. അങ്ങനെയല്ലേ പറയുന്നത്? പൊട്ടൻഷ്യാലിറ്റി ടു പോസിബിലിറ്റി ടു ആക്ച്വാലിറ്റിയാണ് അത് ക്വാണ്ടം ഫീൽഡിൽ നടക്കുന്നത്. ആ ക്വാണ്ടം ഫീൽഡിൽ അപ്പിയറൻസ്, ഡിസപ്പിയറൻസ്, സൃഷ്ടി. അവർ പറയും ക്വാണ്ടം ഫീൽഡ് ഇസ് എ ഡിസ്റ്റർബ് ഫീൽഡ്, തിങ്സ് കമ്മിങ് ആൻഡ് ഗോയിങ്, അപ്പിയറിങ് ആൻഡ് ഡിസപ്പിയറിങ്. അത് പ്രത്യക്ഷമാകുന്നു, അപ്രത്യക്ഷമാകുന്നു. ചില സമയത്ത് അത് മാനിഫെസ്റ്റ് ചെയ്യും, ചില സമയത്ത് അൺമാനിഫെസ്റ്റ് സ്റ്റേജിലുണ്ടാവും. വേദങ്ങളിലൊക്കെ സൃഷ്ടിയുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഏതോ വാനസ്യ മഹിമ എന്ന് പറയാം. സൃഷ്ടി അതിൻ്റെ ബെസ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായത്. ഇപ്പോൾ ഓരോ സൃഷ്ടിയും ഈശ്വരൻ്റെ ഒരു പരീക്ഷണമാണ്. എന്താണ്? ആരാണ് എന്നെ യഥാർത്ഥത്തിൽ എന്നെ പ്രതിഫലിപ്പിക്കുക? അതിനാണ് ഇത്ര സൃഷ്ടി എന്ന് വേദങ്ങളിൽ പറയുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത് മാനിഫെസ്റ്റ് ചെയ്യണതും അൺമാനിഫെസ്റ്റ് ചെയ്യണതും ക്വാണ്ടം ഫീൽഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എക്സ്പെരിമെൻറ്റുമാതിരി. ഈ സൃഷ്ടിയെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, അതിന് ഫിക്സ് ചെയ്തിട്ടുള്ളൊരു കേന്ദ്രമുണ്ട്, ചലിക്കുന്ന ഒരു ബാഹ്യമുണ്ട്, അല്ലേ? എല്ലാ സൃഷ്ടിക്കുണ്ട്. കാരണം ഈ ചലിക്കുന്ന ബാഹ്യത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് അത് സെൻറ്ററിനോട് കണക്ട് ചെയ്തുകൊണ്ടാണ്. സെൻറ്റർ നഷ്ടപ്പെട്ടാലോ, എക്സെൻട്രിക് ആയാലോ, സൃഷ്ടി അൺമാനിഫെസ്റ്റ് സ്റ്റേജിലേക്ക് പോകും, അല്ലേ? അതുകൊണ്ടാണ് ജേർണി ടുവേഴ്സ് ദ സെൻറ്റർ എല്ലാ സൃഷ്ടിയിലും കാണാൻ കാരണം സെൻറ്റർ സ്റ്റേബിൾ ആവുന്ന സമയത്ത് മാത്രമേ, ഫിക്സ്ഡ് ആയിട്ടുള്ള സെൻറ്ററും ചലിക്കുന്ന ബാഹ്യത്തിൽ മാത്രമേ സൃഷ്ടി നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. അതിനെയാണ് നമ്മൾ സെൻറ്റേർഡ് അല്ലെങ്കിൽ എക്സെൻട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷ്ണു പുരാണത്തിലുണ്ട് ശൂന്യാൽ ശൂന്യം പരംപദം എന്നാണ്. ഏറ്റവും അൾട്ടിമേറ്റ് സ്റ്റേജിനെ വിഷ്ണുവിൻ്റെ പര്യായമായിട്ട് പറയുന്നത് ശൂന്യം എന്നാണ്. അപ്പോൾ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ശൂന്യമായിട്ടുള്ള അവസ്ഥ, അല്പം കൂടി സൂക്ഷ്മത കുറഞ്ഞ അല്ലെങ്കിൽ ഘനീഭാവമുള്ള ബോധം അതിൻ്റെ അടുത്ത സ്റ്റേജ്, കുറച്ചും കൂടി ഘനീഭാവമുള്ള ആ ബോധത്തിൽ നിന്ന് വരുന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരം, വീണ്ടും ഘനീഭാവം വരുമ്പോൾ ഇന്ദ്രിയങ്ങൾ, ശരീരം,
കംപ്ലീറ്റ് മാനിഫെസ്റ്റേഷൻ. ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നു, അൺമാനിഫെസ്റ്റ് ചെയ്യുന്നു. അപ്പം ഇതാണ് അതിൻ്റെ അവസ്ഥ. അപ്പം അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്ന സോഴ്സ് ഈ വോയിഡ് അല്ലെങ്കിൽ ശൂന്യത. ശൂന്യാൽ ശൂന്യം പരംപദം എന്ന് പറയുന്ന സോഴ്സ്. നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇവിടെ നമ്മുടെ ബോധത്തിനെ വികസിപ്പിക്കേണ്ടതുണ്ട്. അതിന് ഹാർട്ട്ഫുൾനെസ്സിൽ എന്താണ്? ട്രാൻസ്മിഷനോടുകൂടിയുള്ള ധ്യാനം, ശുദ്ധീകരണം, പ്രാർത്ഥന. ധ്യാനത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ചിന്തകളിൽ നിന്ന് ഫീലിംഗ് ലെവലിലേക്ക് അല്ലെങ്കിൽ അനുഭൂതിയുടെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അത് മനസ്സ് വികസിക്കുന്നു. ബുദ്ധിയുടെ ലെവലിൽ ബുദ്ധി വിവേകമായിട്ട് മാറും ക്ലീനിങ്ങിലൂടെ. പ്രാർത്ഥന കൊണ്ടോ നമ്മുടെ അഹം എന്നുള്ള ബോധത്തിന് വിനയവും സ്നേഹവുമായി മാറും. ഈ സ്നേഹത്തിലൂടെ നമ്മളെല്ലാവരും കണക്റ്റഡാണ്. അപ്പോൾ ലവ് ഈസ് എ ബേസിക് ഫാബ്രിക് ഓഫ് ദിസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. സ്നേഹമാണ് പ്രപഞ്ചത്തിൻ്റെ ഊടും പാവും. അപ്പോൾ അതുകൊണ്ടാണ് തവണത്തെ രാജിയുടെ മെസ്സേജ് എന്താ? ഇതാണ് സ്പിരിച്വൽ അനാട്ടമി. സ്നേഹമാണ് ബേസിക് ആയിട്ടുള്ള ഫാബ്രിക്. ഇത്തവണ രാജിയുടെ മെസ്സേജും അതാണ്. സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങളെ ശരിയായ രീതിയിൽ ഗ്രഹിക്കുന്നത്. ഈ റിവേഴ്സായിട്ട് ആലോചിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ എന്നാണ് മാനിഫെസ്റ്റേഷനിലേക്ക്. അപ്പോൾ സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ ഗ്രഹണശക്തി ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ റീഡിങ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ സ്നേഹമാണ്. ഗ്രഹണശക്തി എന്നാണ് നമുക്ക് റൈറ്റ് തിങ്കിങ്, യഥാർത്ഥ രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവുണ്ടാവും. യഥാർത്ഥ രീതിയിൽ റൈറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള തിങ്കിങ് വരുമ്പോഴാണ് ജീവിതത്തിനോട് നമുക്ക് സത്യസന്ധമായ സമീപനം ഉണ്ടാവും. ജീവിതത്തിനോട് സത്യസന്ധത എന്ന് പറഞ്ഞാൽ സത്യമായിട്ട് സന്ധത എന്നാണ്, സോഴ്സുമായിട്ട് കണക്റ്റഡ് എന്നാണ്. ഇതാണ് സ്പിരിച്വൽ അനാട്ടമി ആൻഡ് സോഴ്സ്. അതായത് അങ്കിൾ പറഞ്ഞതെന്ന് മനസ്സിലാച്ച ആ ഒരു നത്തിങ്നെസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് വോയിഡ്. പക്ഷേ നമ്മുടെ പ്രേക്ഷകരെല്ലാം കേട്ടതുപോലെ തന്നെ നമ്മുടെ ചോദ്യം അതാണെങ്കിലും അതിലൂടെ എങ്ങനെയാണ് നമ്മുടെ ഇൻഡിവിജ്വൽ ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസസ് ആ ഒരു സ്റ്റേറ്റ് ഓഫ് നത്തിങ്നെസ്സിലേക്ക്, അതായത് ആ ഒരു ശൂന്യമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്ത അവസ്ഥയല്ല, പക്ഷെ ഇറ്റ് ഈസ് പ്രഗ്നൻറ്റ് വിത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന പോലത്തെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഇൻഡിവിജ്വൽ പ്രാക്ടീസസ്, നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ പ്രളയ എങ്ങനെ ഉണ്ടാക്കി ആ ഒരു സോഴ്സായിട്ട് ഒന്നായി തീരുന്നു എന്നുള്ളത് വരെ നമുക്ക് അങ്കിൾ വളരെ മനോഹരമായി എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ബാക്കി ലിറ്ററേച്ചർ കോട്ട് ചെയ്തിട്ടും എന്താണ് ആ ഒരു ശൂന്യതേനെ നമുക്ക് വളരെ, ശൂന്യത എന്ന് പറയുമ്പോൾ പറയുന്നത് പോലെ അല്ല, നമുക്ക് പെർസീവ് ചെയ്യാൻ നമ്മുടെ പെർസെപ്ഷൻ ഉപരിയായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ അവിടെ നിന്നാണ് ആ ഒരു എവല്യൂഷൻ ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നതും എല്ലാം വളരെ ക്രിസ്പായിട്ട് അങ്കിൾ നമുക്ക് ഷെയർ ചെയ്യേണ്ടത്. ഒരുപാട് നന്ദി അങ്കിൾ. സോ ഇതിലൂടെ മനസ്സിലായതെന്ന് വെച്ചാൽ നമ്മൾ സ്പിരിച്വൽ അനാട്ടമി എന്ന് പറഞ്ഞൊരു പുസ്തകം എല്ലാവർക്കും വായിക്കാനായിട്ടുള്ളൊരു ട്രിഗറിങ് എപ്പിസോഡാണ് ഇന്നത്തെ നമ്മുടെ 37ാമത്തെ എപ്പിസോഡ്. സോ വി ഓൾ അർജ് യു ടു റീഡ്, അല്ലെങ്കിൽ സ്പിരിച്വൽ അനാട്ടമി പുസ്തകം വായിക്കുക, അതിന് കുറേയും കൂടെ മനനം ചെയ്യുക. അതിൻ്റെ ഒരു ക്രിസ്പായിട്ടുള്ള ഒരു കാര്യമാണ് അങ്കിൾ ഇന്ന് ഷെയർ ചെയ്യുണ്ടായത്. അതുപോലെ തന്നെ സ്നേഹമാണ് എല്ലാത്തിൻ്റെയും ബേസ്. അത് നമ്മുടെ ഭണ്ഡാര മെസ്സേജ്, ബാബുജി മഹാരാജ് ഭണ്ഡാര മെസ്സേജും കണക്ട് ചെയ്തിട്ട് ഈ ആൻസർ ചെയ്തതിൽ വളരെ സന്തോഷങ്ങൾ. അപ്പം ഇതിലൂടെ സ്പിരിച്വൽ അനാട്ടമി ബുക്ക് വായിക്കുക മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഭണ്ഡാര മെസ്സേജ് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു എന്താ പറയുക, ട്രിഗറിങ് ഫാക്ടറും കൂടി ഇതിൽ ഈ ഒരു കോൺവെർസേഷനിലൂടെ ഉണ്ടായി. ഒരുപാട് സന്തോഷങ്ങൾ. സോ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇതിലൂടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഡോക്ടർ അജയ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ എപ്പിസോഡ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമസ്കാരം.